ദീപക് ധർമ്മടം, താങ്കൾക്ക് എന്ത് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നൽകാനുള്ളത്? പറയൂ. മുപ്പത്തിരണ്ടിലേക്ക് ഉയരുന്നെന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും വലിയ സങ്കടം. ഏകദേശം 300ഓളം പേര് ഇനിയും കാണാനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. മരണസംഖ്യ ഉയരരുത് എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാമെങ്കിൽ കൂടിയും അത് പ്രാവർത്തികമാകാനുള്ള, അല്ലെങ്കിൽ അത് പ്രാക്ടിക്കൽ ആവാൻ, അത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത തീരെയില്ല. ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ആദ്യം ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാ ഒരു JCB, പ്രവീൺ ഒന്ന് പാൻ ചെയ്താൽ കാണാം. ഒരു JCB മണ്ണ് മാന്താൻ വേണ്ടി, അതായത് രക്ഷാപ്രവർത്തനം എന്ന് നമ്മൾ ഇനി പറയുമ്പോൾ അത് മാറ്റി പറയണം. മൃതദേഹം കണ്ടെത്താനുള്ള തിരച്ചിലിന് വേണ്ടി JCB ഈ ചൂരൽമലയിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇതാ എനിക്ക് മുൻപിൽ കാണുന്നത്. JCB മണ്ണ് മാന്താൻ വേണ്ടി ഇതാ ഇതിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് SKN. ഇതാ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് JCB ഈ ചൂരൽമലയിൽ, നേരത്തെ ഇവിടെ ഒരു മലയുണ്ടായിരുന്നു എന്ന് മാത്രം പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു പ്രളയം, ഒരു ദുരന്തം ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ഉരുൾപൊട്ടലിലൂടെ രൂപപ്പെട്ട മണ്ണിന്റെ ഗർത്തത്തിലേക്ക് JCB ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് തത്സമയം 24 പ്രേക്ഷകർ കാണുന്നത്. ഈ JCB ഇനി ഇവിടെ മണ്ണ് മാന്തിക്കൊണ്ടേയിരിക്കും. അത് രക്ഷാപ്രവർത്തനത്തിനല്ല, ഈ ദുരന്തത്തിൻ്റെ ഇരകളുടെ ദേഹം കിട്ടാൻ, മൃതദേഹം കിട്ടാൻ വേണ്ടിയുള്ള തിരച്ചിലാണ് ഇത് എന്ന് നമ്മൾ ദുഃഖപൂർവ്വം, വേദനാപൂർവ്വം പറയേണ്ടി വരുന്നു SKN. കാരണം രക്ഷാപ്രവർത്തനം എന്ന് നമ്മൾ ഇന്നലെ വരെ ആവർത്തിച്ചു പറഞ്ഞു. അത് പ്രതീക്ഷയോടെ ആയിരുന്നു, പ്രത്യാശയോടെ ആയിരുന്നു. പക്ഷേ ഇനി ഒരു ജീവന്റെ ഉൾത്തുടിപ്പ് ഇവിടെ നിന്നും കിട്ടാനുള്ള സാധ്യതകളില്ല. ഇവിടെ മണ്ണിനടിയിലേക്ക് പോയ വീടുകളിലുള്ളവർ, അതുപോലെ കടകളിലുണ്ടായിരുന്നവർ, അവരെ തേടിയുള്ള മണ്ണുമാന്തലാണ് നടക്കുന്നത്. അതായത് മൃതദേഹം കണ്ടെടുക്കാനുള്ള ശ്രമം 6 സോണുകളായി തിരിച്ചുകൊണ്ട് 40-ലേറെ രക്ഷാപ്രവർത്തകർ, ആർമി, NDRF, കേരള പോലീസിൻ്റെ SOG, ഇതുകൂടാതെ തന്നെ സന്നദ്ധ രക്ഷാപ്രവർത്തകർ, ഇവർ ചേർന്നുകൊണ്ടുള്ള തിരച്ചിലുകൾ വ്യാപകമായി നടക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ JCB ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇന്നലെ തന്നെ സ്പോട്ട് ഔട്ട് ചെയ്ത ഒരു പോയിന്റാണത്. അവിടെ തിരച്ചിൽ നടത്താൻ വേണ്ടി ലാൻഡിംഗ് ചെയ്യുകയാണ് JCB. കാരണം അവിടെ മണ്ണ് മാന്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മൃതദേഹം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ നേരത്തെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി കണ്ടെത്തിയതാണ്. ഇതാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വേദനാജനകമായ ദൃശ്യങ്ങൾ. നമുക്ക് മലയാളത്തിൽ പദം കടമെടുത്താൽ ഈ കരൾ കലക്കുന്ന, അല്ലെങ്കിൽ കണ്ണ് നനയിക്കുന്ന, ഉള്ളു പൊള്ളുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ഇവിടെ നിന്നും കാണാനുള്ളത്. SKN ഏറ്റവും ദുഃഖകരമായ കാര്യം, സ്വന്തം കുടുംബത്തിലെ ഉറ്റവരെ, ഉടയവരെ നഷ്ടപ്പെട്ടവർ, അവരുടെ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തകർക്കൊപ്പം തിരച്ചിൽ നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത് SKN.